الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഉപദേശിക്കുന്നു. വിശുദ്ധ റമദാനിൻ്റെ വ്രതമാസക്കാലം കഴിഞ്ഞു. മഹാരഥന്മാരായ ഇസ്ലാമിലെ പണ്ഡിതന്മാർ ഈ മാസത്തെ വിശേഷിപ്പിച്ച ഒരു പ്രയോഗമുണ്ട് അറബി ഭാഷയിൽ. റമളാനു മദ്രസത്തു തർബിയത്തിൽ ഈമാനിയ വ തസ്കിയത്തി നുഫൂസ്. റമളാൻ ഒരു മദ്രസയാണ്, ഒരു പാഠശാല. റമളാനു മദ്രസത്തുൻ, അതൊരു പാഠശാലയാണ്, ട്രെയിനിങ് സ്കൂൾ. മദ്രസത്തു തർബിയ ഒരു ട്രെയിനിങ് സ്കൂളാണ്. അൽ ഈമാനിയ വിശ്വാസപരമായ കരുത്ത് ആർജിക്കുന്നതിൻ്റെയും തസ്കിയത്തിൻ നുഫൂസ് ആത്മവിശുദ്ധി, ആത്മീയമായ പരിശുദ്ധി ആർജിക്കുന്നതിൻ്റെയും പരിശീലനത്തിൻ്റെ സ്കൂളാണ്, ട്രെയിനിങ് സ്കൂളാണ് റമദാൻ. അത് ഒരു മാസക്കാലത്തെ റമദാനിലെ പ്രക്രിയകളെ മുഴുവൻ ചേർത്ത് വെച്ചുകൊണ്ട്, അതിൽ നടക്കുന്ന മുഴുവൻ പ്രോസസ്സുകളെയും ചേർത്ത് വെച്ചുകൊണ്ട് മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ പ്രയോഗത്തിലേക്ക് ചേർത്ത് പറഞ്ഞതാണ്. നമുക്കറിയാം, പരിശീലന കാലയളവ് നീണ്ട കാലം തുടരില്ല, ഒരു നിശ്ചിത പീരീഡാണ് ഉണ്ടാവുക. ഏതു മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും പരിശീലനം കിട്ടാറുണ്ട്. അതൊരാഴ്ചത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ അല്ലെങ്കിൽ തൊഴിലിന് വേണ്ടി ഒരു വർഷത്തെ ഒക്കെ പരിശീലനം നടക്കാറുണ്ട്. പരിശീലനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ജീവിതത്തിലുടനീളം ആ ട്രെയിനിങ് പീരീഡിലെ, ആ പരിശീലന കാലയളവില് നേടിയെടുത്ത നേട്ടങ്ങൾക്കനുസൃതമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. ഒരു അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ട ഒരാൾക്ക് അധ്യാപനത്തിന്റെ ഒരു പരിശീലനം കിട്ടും. അതനുസരിച്ച് കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, പാഠഭാഗം എങ്ങനെ അവതരിപ്പിക്കണം എന്ന് അദ്ദേഹം പഠിച്ചെടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകും. വീണ്ടും വീണ്ടും വർഷത്തിൽ അവർക്ക് പരിശീലനം കിട്ടിയേക്കാം. ഇത് നമുക്ക് പരിചയമുള്ള രീതിയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ മാസത്തെ ഇങ്ങനെ സംവിധാനിച്ചത് വിശ്വാസികൾക്ക് ആത്മീയമായ വിശുദ്ധിയും വിശ്വാസപരമായ കരുത്തും ജീവിതത്തിൽ തെറ്റുതിരുത്തി മുന്നോട്ട് പോകാനുള്ള പ്രയോഗവും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് അവർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ അല്ലാഹു നിശ്ചയിച്ച ഒരു പരിശീലന കാലയളവ് കഴിഞ്ഞു. ഞാനും നിങ്ങളുമൊക്കെ അത് പൂർത്തിയാക്കി. അൽഹംദുലില്ലാഹ്, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനി ഈ പരിശീലന കാലയളവിന് ശേഷം അടുത്ത 11 മാസക്കാലം ജീവിക്കേണ്ടതുണ്ട് നമ്മൾ. ഈ ട്രെയിനിങ് പീരിയഡിൽ എന്താണോ അത് മുഖേന ലക്ഷ്യമാക്കിയത്, ആ ലക്ഷ്യം നേടിയെടുത്ത് അത് പ്രയോഗവൽക്കരിച്ചുകൊണ്ട് തന്നെ പരാജയപ്പെടാതെ അടുത്ത ഒരു പരിശീലനത്തിന് ആഹ്വാനം വരും വരെ, അഥവാ അടുത്ത റമദാൻ മാസം നമുക്ക് വന്ന് കിട്ടുന്നവരെ ജീവിക്കാൻ നമുക്ക് കഴിയണം. ഇതൊരു ഉറച്ച തീരുമാനമായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം.
അങ്ങനെ ഒരു ഉറച്ച തീരുമാനം സാധ്യമായവർ റമളാനിനെ യഥാവിധി ഉപയോഗപ്പെടുത്തിയവരാണെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നു. ബുദ്ധിമാന്മാരെന്നും പരാജയപ്പെട്ടെന്നും വിശ്വാസം രണ്ടായി തിരിച്ചിട്ടുണ്ട് ഇസ്ലാം. അൽ കയ്യിസു ബുദ്ധിമാൻ, അൽ ആജിസ് അശക്തൻ, വിഡ്ഢി, പരാജിതൻ. ഹദീസിന്റെ പ്രയോഗമാണ്, തിരുനബിയുടെ ഭാഷാ പ്രയോഗം. ആരാണ് നമ്മിൽ ബുദ്ധിമാന്മാർ? അൽ കയ്യിസു ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മൻ ദാന നഫ്സഹു, തന്റെ ശരീരത്തെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനക്ക് ദാന വിധേയപ്പെടുത്തിയവരാണ്. അതാണല്ലോ റമദാൻ ലക്ഷ്യം, തഖ്വ. പലവര ഓർമ്മിപ്പിക്കുകയാണ് ആവർത്തിച്ച്. ലഅല്ലക്കും തത്തഖൂൻ എന്ന വാക്യം നമുക്ക് പരിചയമാണ്. റമദാൻ ഒരുപാട് കാലമായി നമ്മൾ ഉപാസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനക്ക് തന്നെ വിധേയപ്പെടുത്തിയവനാണ് ബുദ്ധിമാൻ. വഅമില ലിമാ ബഅദൽ മൗത്ത്, അവനെപ്പോഴും വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കും, വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കും. അതുകൊണ്ട് അതിനുവേണ്ടി കരുതൽ ശേഖരം ഒരുക്കും. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. അപ്പോ അള്ളാഹുവിന്റെ കൽപ്പനക്ക് തന്നെ വിധേയപ്പെടുത്തി മരണാനന്തര ലോകത്ത് വിജയിക്കാൻ വേണ്ടി നിരന്തരം കർമ്മരംഗത്തുള്ളവനാണ് അൽ കയ്യിസ് ബുദ്ധിമാൻ. രണ്ടാമതൊരു വിഭാഗമുണ്ട് മുസ്ലിം സമൂഹത്തിൽ, വൽ ആജിസ്, അവനാണ് പരാജിതൻ, അവനാണ് അശക്തൻ, അവനാണ് വിഡ്ഢി. അത്തരം ആളുകൾ അവൻ അവന്റെ ഇച്ഛയുടെ പിറകെയാണ് സഞ്ചരിക്കുക. റമദാൻ മാസം നമ്മുടെ താല്പര്യങ്ങൾക്ക് പ്രയാസം ഉണ്ടായിരുന്നു. സമൂഹം മൊത്തം തഖ്വയുടെ അന്തരീക്ഷത്തിലേക്ക് മാറി, നാടും നഗരവും ഒക്കെ, വീടും പരിസരവുമെല്ലാം. അതുകൊണ്ട് ആ ഒഴുക്കിൽ നമ്മളും ഒഴുകി, പ്രഭാതം മുതൽ പ്രദോഷം വരെ അങ്ങനെ, രാത്രി നമസ്കാരവുമായി ഇങ്ങനെ, അതിന്റെ പകലിൽ പലതും സാധ്യമല്ലെന്ന് നിയന്ത്രണം വരുത്തി, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ജീവിച്ചു. അപ്പൊ അത് കഴിഞ്ഞു പോയിരിക്കുകയാണ് ആ കാലം. എന്നാൽ അതിനുശേഷം ഈ നിയന്ത്രണത്തിന്റെ കാലം കഴിഞ്ഞു, അന്തരീക്ഷം മാറിയപ്പോ മനിത്തബഅ നഫ്സഹു ഹവാഹ, തന്റെ ഇച്ഛയുടെ പിറകെ അവൻ സഞ്ചരിച്ചു. അവന്റെ താല്പര്യത്തിന് വില കൊടുത്തു. വ്യക്തിപരമായ, കുടുംബപരമായ, സാമ്പത്തികപരമായ, ആസ്വാദനത്തിൻ്റെതായ, കളിതമാശകളുടേതായ, രാഷ്ട്രീയത്തിൻ്റെതായ, പാർട്ടിയുടേതായ, അങ്ങനെ ഒരുപാട് താല്പര്യങ്ങൾ. അവിടെ അവനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നേ ആയിരുന്നില്ല ഈ വേദഗ്രന്ഥം, റമദാൻ മാസം ഖത്മ് തീർത്ത വേദഗ്രന്ഥം. അവിടെ അവനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നേ ആയിരുന്നില്ല ഈ റമദാനിലെ വ്രതാനുഷ്ഠാനത്തെയും അതിന്റെ തനിമയെയും പൊലിമയെയും പഠിപ്പിച്ച തിരുവചനങ്ങൾ. അങ്ങനെ അങ്ങനെ ഇച്ഛയുടെ പിറകെ പോയിക്കൊണ്ടിരിക്കുക. അള്ളാഹുവിനെ കുറിച്ച് അവന് ഒരുപാട് വ്യാമോഹങ്ങൾ കൊണ്ട് നടന്നു. ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടിയേക്കും. ഞാൻ രാത്രി നമസ്കരിച്ചത്, അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടിയേക്കും. ഞാൻ ഖുർആൻ ഖത്മ് തീർത്തിട്ടുണ്ട്, ഇന്ന സൂറ ഇത്ര തവണ ഓതിയിട്ട്, ഇന്ന ദിക്റും സ്വലാത്തും ഇത്ര ലക്ഷം പൂർത്തിയാക്കിയിട്ടുണ്ട്, ഞാൻ സിറാത്ത് പാലം കടന്നേക്കും എന്നിങ്ങനെ അള്ളാഹിനെ കുറിച്ച വ്യാമോഹത്തിൽ ജീവിക്കുന്നവർ, അങ്ങനെ പരാജിതരായ, അശക്തരായ, വിഡ്ഢികളായ കൂട്ടരും ഈ സമുദായത്തിനകത്തുണ്ട്. റസൂലുള്ളാഹി പഠിപ്പിച്ച തിരുവചനമാണ്, സഹീഹായ ഹദീസാണ്. അപ്പൊ അത്തരം ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ പെടാൻ ശ്രമിക്കുക എന്നതാണ് റമദാൻ മുഖേന നമുക്ക് സാധ്യമാകേണ്ടത്. ഇത് സംഭവിക്കും, ഒരു ജീവിതമുണ്ട്, വരാനിരിക്കുന്ന ജീവിതം ഏത് നിമിഷവും സംഭവിച്ചേക്കാം. ഇപ്പോഴാണെങ്കിൽ പൊടുന്നനെ കുഴഞ്ഞു വീണ മരണം എന്നത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുക. അതിന്റെ കാരണങ്ങളെ കുറിച്ച് പല ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏത് സമയവുമാകാം, ഭക്ഷണം കഴിക്കുമ്പോഴോ, ബാത്റൂമിലോ, ബെഡ്റൂമിലോ, അങ്ങാടിയിലോ, മിമ്പറിലോ ഒക്കെ സംഭവിക്കാം. അപ്പൊ ഏത് സമയത്തും സംഭവിക്കാം എന്നിരിക്കെ ജീവിക്കുന്ന കാലം അത്രയും അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് ദാന നഫ്സഹു, തന്നെ അള്ളാഹുവിന്റെ വിധിവിലക്കിന് വിധേയപ്പെടുത്തി, വല്ല അമലു, വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തന രംഗത്ത് കർമ്മനിരതനായി മുന്നോട്ട് പോകുന്നവനാണ് ബുദ്ധിമാൻ. അവനാണ് പാപങ്ങൾ പുറത്തു കിട്ടുകയുള്ളൂ. തിരുനബിയുടെ അടുക്കൽ ഒരു സഹാബി വന്നു, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. ആ വന്ന ആള് പറഞ്ഞ വർത്തമാനം ജാബിർ ഉദ്ധരിക്കുന്ന സംഭവമാണ്. തിരുനബിയുടെ ക്ലാസ് നടന്നു കഴിഞ്ഞു. വന്ന ആളെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, പ്രവാചകരെ, എനിക്കൊരു ചോദ്യമുണ്ട്. അന്ന റജുലൻ സഅല റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ പുരുഷൻ, ആ വന്ന ആള് ചോദിച്ചു. ഫഖാല, അദ്ദേഹം പറഞ്ഞ വർത്തമാനം ഇങ്ങനെയാണ്, ജാബിർ ഉദ്ധരിക്കുക, അറഅയ്ത, എന്താണ് താങ്കളുടെ അഭിപ്രായം? തിരുനബിയോട് ചോദിക്കുകയാണ് കേട്ടോ, അഭിപ്രായം എന്താണ്? നമ്മളാണ് ചോദ്യകർത്താവെന്ന് വിചാരിക്കുക, ഞാനും നിങ്ങളും. ഈ ചോദ്യകർത്താവ് നമ്മളായാൽ രക്ഷപ്പെട്ടു. അദ്ദേഹം ചോദിച്ചത്, അറായിത്ത, താങ്കൾ എന്താ അഭിപ്രായപ്പെടുന്നു പ്രവാചകൻ? ഇതാ സൊല്ലൈത്തു സ്വലവാത്തിൽ മക്തൂബാത്ത്, 5 വക്ത് നിർബന്ധ നിസ്കാരം ഞാൻ നിർവഹിക്കും. ഞാൻ 5 വക്ത് നിസ്കാരം, നിർബന്ധ നമസ്കാരം പറഞ്ഞു നിർവഹിക്കും. വസുംതു റമളാന, നോമ്പ് നോറ്റു. എല്ലാ ദിവസവും ദിനേന 5 നേരം നിസ്കരിക്കുന്നു, ഫർദ് നിസ്കാരം.
റമദാൻ മാസം സുംതു നോമ്പ് നോറ്റു, അപ്പൊ നോമ്പ് കഴിഞ്ഞിരിക്കുകയാണ്. സുംതു റമദാനിൽ നോമ്പ് എടുത്തു. വഅഹ്ലൽതുൽ ഹലാല വഹറംതുൽ ഹറാമ, അടിവരേണ്ട പോയിന്റ് അവിടെയാണ്. വഅഹ്ലൽതുൽ ഹലാല, അള്ളാഹ് അനുവദിച്ച ഹലാല് മാത്രമേ ഞാൻ ചെയ്യൂ. വഹറംതുൽ ഹറാമ, അള്ളാഹു ഹറാമാക്കിയതൊക്കെ ഞാൻ എനിക്ക് തടയും. അഥവാ ഹറാമായ ഒരു കാര്യവും ചെയ്യില്ല. വാക്കിലും പ്രവൃത്തിയിലും നാക്കിലും നോക്കിലുമൊക്കെ ഹലാല് മാത്രം ചെയ്ത് ഹറാം ചെയ്യാതെ 5 നേരം നമസ്കരിച്ച് റമദാനിൽ നോമ്പുമെടുത്ത ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് എൻ്റെ ജീവിത നിലപാട്. വലം അസിദ് അലാ ദാലിക ഷൈഅ, അതിലപ്പുറം ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല, അതിലധികം ഒന്നും അധികരിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അദ്ഖുലുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? ഇപ്പൊ സദസ്സ് മൊത്തം അത്ഭുതപ്പെട്ടിരിക്കുക. ഒരു സാധാരണക്കാരൻ വന്ന് എഴുന്നേറ്റ് സംസാരിക്കുകയാണ്, ഞാൻ 5 വക്ത് നമസ്കാരം ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്, റമദാനിൽ നോമ്പ് എടുത്തിട്ടുണ്ട്, പക്ഷെ എൻ്റെ ഒരു നിലപാട് ഞാൻ ഹലാല് മാത്രമേ ചെയ്യൂ, ഹറാമ് ചെയ്യില്ല. ഈ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് 5 വക്ത് നമസ്കാരം റമദാനിന്റെ നോമ്പ് നിർവഹിച്ച് അതിലപ്പുറമൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ. അദ്ഖുലുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ചോദ്യകർത്താവിന്റെ ചോദ്യം കഴിഞ്ഞ്, അഥവാ ചോദ്യകർത്താവ് വാ കൂട്ടിയപ്പോഴേക്ക് റസൂലുള്ളാഹി ഉടനെ ഉത്തരം പറഞ്ഞ കാലനാം, താങ്കൾ സ്വർഗത്തിലാണ്. ഈ ഹദീസിനെ മുഹദ്ദിസീങ്ങൾ വിശകലനം ചെയ്തിട്ട് എന്തേ ഇങ്ങനെ സംഭവിക്കാൻ? അദ്ദേഹത്തിന്റെ ചോദ്യം അവസാനിച്ച ഉടനെ തിരുടെ ഉത്തരമാണ് താങ്കൾ സ്വർഗത്തിലാണ്. അഥവാ ജീവിച്ചുകൊണ്ടിരിക്കെ സ്വർഗത്തിലാണെന്ന് ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണ്. ആ വ്യക്തി ഒരു സാധാരണക്കാരൻ. അയാൾ 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, റമദാൻ മാസം നോമ്പെടുത്തിട്ടുണ്ട്, സക്കാത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല. ചർച്ചയുണ്ട് മുഹദ്ദിസീങ്ങൾക്കിടയിൽ. അദ്ദേഹം സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവനായാലും ഒരു സാധാരണ സാധുവായിരിക്കാം, ഹജ്ജിന് ബാധ്യത ഉണ്ടെങ്കിലേ നിർവഹിക്കേണ്ടതുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സ്വർഗത്തിലാണ് താങ്കൾ എന്ന് റസൂൽ പറയാനുള്ള ന്യായത്തെ കുറിച്ച് അവർ അടിവരയിടുന്നു. അദ്ദേഹം ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആ നിലപാട് പാലിക്കുന്നുണ്ട്, ആ നിലപാട് തറയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ആ നിലപാടിന് ഒരിക്കലും പുറകോട്ട് പോകാൻ തയ്യാറല്ല. ആ നിലപാടിനാണ് പ്രാമുഖ്യം. അഹ്ലൽതുൽ ഹലാല വഹറംതുൽ ഹറാം, ഞാൻ ഹലാല് മാത്രമേ ചെയ്യൂ, ഹറാമ് ചെയ്യില്ല. ഹലാല് മാത്രം ചെയ്തും ഹറാമ് ചെയ്യാതെയും 5 വക്ത് നിസ്കരിച്ചും റമദാൻ മാസം നോമ്പെടുത്തും, സക്കാത്ത് ബാധ്യതയെങ്കിൽ സക്കാത്ത് കൊടുത്തും, ഹജ്ജിന് സാധ്യതയുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്തും ജീവിച്ചാൽ സ്വർഗത്തിലാണ്. ഇത് വല്ലാത്തൊരു അടിത്തറയാണ്. നിലപാടാണ് പ്രധാനം. വിശ്വാസികൾക്ക് നിലപാടില്ലാതിരിക്കുമ്പോൾ അവര് ഈ പറഞ്ഞ ചപ്പുചണ്ടികളായിട്ട് മാറും. അതാണ് ആജിസ്, അശക്തനായിട്ട് മാറും, വിഡ്ഢിയായിട്ട് മാറും, പരാജയനായിട്ട് മാറും. ബുദ്ധിമാനല്ല അവൻ. ഒരു മാസക്കാലം നോമ്പെടുത്തു, ഹലാല് ഹറാമ് പാലിക്കേണ്ടത് പരിശീലിച്ചു. അരുത് കഴിക്കുന്നില്ല, അരുത് കുടിക്കുന്നില്ല, അരുത് ഭോഗിക്കുന്നില്ല. നിയന്ത്രിക്കണം കണ്ണിനെ, കാതിനെ, നാക്കിനെ, നോക്കിനെ, ചിന്തയെ, വികാരത്തെ, വിചാരത്തെ ഒക്കെ നിയന്ത്രിച്ചു. അപ്പൊ പരിശീലന കളരിൽ ശരിക്ക് പങ്കെടുത്തു, ട്രെയിനിങ് പൂർത്തിയാക്കി. പക്ഷെ ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ട് നേടിയത് തുടരാൻ പറ്റുന്നില്ല. നിലപാടില്ലാതെ പോയി. നിലപാടില്ലാതെ പോകുന്ന വിശ്വാസികൾ പരാജിതരാണ്, അവർ വിഡ്ഢികളാണ്, അവർ അശക്തരാണ്, ആജിസാണ്. നിലപാട് തറൽ ഉറച്ച് നിൽക്കാൻ കഴിയുന്ന വിജയികളാണ്. ഈ മനുഷ്യൻ ആ വിജയികൾ ഒരാളാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയും, ഈ മനുഷ്യനെ ഞങ്ങൾ അത്ഭുതത്തോടെയാണ് നോക്കാറുള്ളത്. കാരണം അദ്ദേഹം എത്രമേൽ കൃത്യമായിട്ടാണ് ഇസ്ലാമിന്റെ നിലപാട് പ്രഖ്യാപിച്ചത് എന്നാണ്. ഈ കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയാൻ റമദാനിന് ശേഷം ഇനിയുള്ള 11 മാസക്കാലമാണ് സാധ്യമാവേണ്ടത്. റമദാനിൽ നമ്മൾ ആരും അന്യായം ചെയ്യില്ല, ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം അന്തരീക്ഷം അങ്ങനെയാണ്. നമ്മളെല്ലാം ഒരു സാമൂഹ്യ ക്രമത്തിന്റെ ഒരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് അങ്ങ് എടുത്തു മാറ്റപ്പെട്ടു. നമ്മുടെ വീടും പരിസരവും പള്ളിയും നമ്മുടെ സാമൂഹ്യ ക്രമവും നമ്മുടെ തെരുവ് വരെ റമദാനിനെ ഏതോ നിലക്ക് ഉൾക്കൊണ്ടു. അതുകൊണ്ട് അതിനകത്ത് നമ്മളും തഖ്വയിൽ തന്നെ മുന്നോട്ട് പോയി. നമുക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായി. പക്ഷെ ആ നിയന്ത്രണങ്ങൾ എടുത്ത് കളയപ്പെട്ടു. ഇപ്പോൾ കെട്ടുപൊട്ടി തുറസ്സിലേക്ക് നമ്മൾ വന്നിരിക്കാം. ഈ തുറസ്സിൽ ഇനിയുള്ള 11 മാസക്കാലം അഹ്ലൽതുൽ ഹലാല വഹറംതുൽ ഹറാമ എന്ന ഈ സഹാബി, ഈ സാധാരണക്കാരനായ മനുഷ്യൻ പ്രഖ്യാപിച്ച ആ നിലപാടു തറയിൽ എനിക്കും നിങ്ങൾക്കും നിൽക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി റമദാൻ കൊണ്ട് നേടി നമ്മൾ പെട്ടുപോകും. അല്ലെങ്കിൽ റസൂലുള്ളാഹി ഒരു കൂട്ടരെ പരിചയപ്പെടുത്തി, നോമ്പിന് ശേഷം ഒരു കൂട്ടരെ പരിചയപ്പെടുത്തി. റുബ്ബ സായിമിൻ, എത്ര നോമ്പുകാരാണ്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ, അവന്റെ നോമ്പ് കൊണ്ട് വിശപ്പ് മാത്രമേ നേടിയുള്ളൂ. ആൾക്ക് വിശന്നു,
അയാൾ കുറെ വിശപ്പ് അനുഭവിച്ചു. പകലിൽ ആള് വിശന്നിരുന്നു. വറുബക്കായും എത്ര രാത്രി നമസ്കാരക്കാരാണ് അവർ. രാത്രി ഒരുപാട് നമസ്കരിച്ചു. തറാവിഹും പിന്നെ തഹജ്ജുദും ഒക്കെയായി, ഖിയാമുലൈലൊക്കെ ആയിട്ട് കുറെ നിസ്കരിച്ചു. പക്ഷേ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, അവന്റെ ഈ രാത്രി നമസ്കാരം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടെന്ന് മാത്രമേ സംഭവിച്ചുള്ളൂ. അപ്പൊ പകല് വിശന്നിരിക്കുകയും രാത്രി ഉറക്കമിളക്കുകയും ചെയ്ത ഒരുപാട് നോമ്പുകാർ. അങ്ങനെ ഈ റുബ്ബസായിം എത്ര നോമ്പുകാരുണ്ടെന്ന് പറയുമ്പോൾ അതൊരു വളരെ റെയറായ അപൂർവമായ ഏതാനും ആളുകളല്ല. റുബ്ബസായിമിൻ എന്ന പ്രയോഗത്തെ കുറിച്ച് അറബി ഭാഷ അറിയുന്നവർക്കറിയാം. ഒരുപാട് പേർ ഇങ്ങനെയാണ്. ഇങ്ങനെ കുറെ ആളുകൾ റമദാൻ കൊണ്ട് അവർ പകല് വിശപ്പ് അനുഭവിച്ചു, വേറെ നേട്ടമൊന്നും ഉണ്ടായില്ല. രാത്രി അത് ഉറക്കൊളച്ചുകൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട് വേറെ ഒന്നും നേടിയിട്ടില്ല. അങ്ങനെ കുറെ ആളുകൾ ഉണ്ട്. ഈ നോമ്പെടുത്തുള്ള റസൂലുള്ളാഹി പഠിപ്പിക്കുന്ന പഠിപ്പിച്ച പാഠം സഹോദരന്മാരെ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ തറക്കണം. റമദാനെ വിശേഷിപ്പിച്ച ഒരു വിശേഷണം ഷഹ്റു സബർ എന്നാണ്. നമുക്ക് പരിചയമുള്ള ആ സബർ. നമ്മൾ വിചാരിച്ചത് വെള്ളം കുടിക്കാൻ, ദാഹികം കുടിക്കാതിരിക്കാനുള്ള ആ മസിൽ പിടുത്തമാണ് സബർ. വിശക്കുമ്പോ കഴിക്കാതിരിക്കാനുള്ള ആ ബലം പിടുത്തമാണ് സബർ. ഹൗദിൽ നിന്ന് ഒന്നു എടുക്കുമ്പോ തണുത്ത വെള്ളം ഇങ്ങനെ കയ്യിൽ കോരി എടുക്കുമ്പോ കയ്യിൽ ആ നനവ് അനുഭവപ്പെടുമ്പോ അതുണ്ടാക്കുന്ന ഒരു സന്ത്രാസമുണ്ട്. അത് വായിലേക്ക് ഒപ്പിക്കാൻ എടുക്കുമ്പോൾ ആ തണുത്ത വെള്ളം നമ്മുടെ രസമുഖങ്ങളെ ത്രസിപ്പിക്കുന്ന അവസ്ഥയിൽ ഒരിത്തിരി അങ്ങോട്ട് പോകാതെ പിടിച്ചു നിൽക്കലാണ് സബർ എന്നൊക്കെ നമ്മൾ പഠിച്ചുപോയി. അതൊരു സബർ തന്നെയാണ്. പക്ഷെ സബറിന്റെ അർത്ഥം അത്ര ലളിതമല്ല. സബറിനെ 3 രീതിയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നു സൂറ അൽ മആരിജിലെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മുഫസ്സിരീങ്ങൾ. ഒന്ന് സബറുൻ അല ത്വാഅത്ത്, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിൽ തന്നെ ബലം പിടിച്ച് നിർത്താനുള്ള സബർ. അള്ളാഹ് പറഞ്ഞത് ചെയ്യാനുള്ള കരുത്തുണ്ടല്ലോ, അത് സബറ, അതൊരു കരുത്ത. ആ സബറുൻ അനിൽ മുഹറമാത്ത്, അരുതെന്ന് അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ തന്നെ പിടിച്ചു നിർത്തുന്ന, അതാണ് സബർ. അത് വലിയൊരു കഴിവാ. അത് കേവലം വെള്ളത്തിന് ദാഹികം കുടിക്കാതിരിക്കുന്ന സബറല്ല, അതൊരു സബറായിട്ട് എണ്ണാവുന്നതാണ്. പക്ഷെ അത്ര ലഘുവല്ല, അത്ര ലളിതമല്ല ഇതിന്റെ അർത്ഥം. മൂന്നാമത് സബറുൻ അൽ ഇബ്തിലാഅത്ത്, ഒരുപാട് പരീക്ഷണങ്ങൾ വരാം. മുസ്ലിം സമുദായം അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ പുറത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കേരളത്തിന്റെ പച്ചിപ്പിനകത്ത് അത്ര ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷം. അപ്പുറത്തേക്ക് യു പിയിലേക്ക് മറ്റും നോക്കിയാൽ നമുക്ക് കാണാം, ദിനേന കാണാം. നമ്മളിപ്പോ കരയാൻ കണ്ണുനീരില്ലാതായിപ്പോയി, ഞെട്ടൽ വരാതെയായിപ്പോയി. മോബ് ലിഞ്ചിങ്ങിന്റെ ക്രൂരമായ വീഡിയോ ലൈവായിട്ട് കാണും, ഞെട്ടലില്ല നമുക്ക്. അത് കണ്ടുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കും, കണ്ടുകൊണ്ടും നമ്മുടെ കയ്യിലുള്ള ചായ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ഞെട്ടലുമില്ല. അത്രത്തോളം നമ്മളൊക്കെ മാറിപ്പോയി. പക്ഷെ കടുത്ത പരീക്ഷണത്തിൽ മുസ്ലിമായി ജീവിക്കുന്ന, അത് മുഖേന അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഇന്ത്യക്കകത്തും പുറത്തും ധാരാളമുണ്ട്. അതിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് സബറ. അതാണ് മൂന്നാമത്തെ സബർ, സബറുൻ അൽ ഇബ്തിലാഅത്ത്. അത്തരം പരീക്ഷണങ്ങളിൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ, എന്ത് വന്നാലും നിങ്ങൾ എന്നെ എങ്ങനെ കൊന്നാലും കുഴപ്പമില്ല, മുസ്ലിമായിട്ട് മരിക്കണം. അതുകൊണ്ട് വിളിക്കില്ല ജയ് ശ്രീറാം, അല്ലാഹു അക്ബർ എന്നേ പറയൂ. അവസാനം വരെയും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് മോബ് ലിഞ്ചിങ്ങിൽ മരിക്കുന്ന സഹോദരങ്ങളെ കാണാൻ സബറ. അപ്പൊ സബർ ഇത്ര വലിയ ഒരു സംവിധാനമാണ് എങ്കിൽ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടുന്ന സബറുൻ അല ത്വാഅത്ത് നമുക്ക് സാധ്യമാകണം. ഇനിയുള്ള കാലത്ത് റമദാനിന് ശേഷം അള്ളാഹുവിന് പൂർണ്ണമായ അനുസരണം വകവെച്ചു കൊടുക്കാൻ. സബറുൻ അനിൽ മുഹറമാത്ത്, അള്ളാഹു അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ മാറി നിൽക്കാൻ. നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാനുള്ള അവസരത്തിന്റെ ഒരു സന്ദർഭമാണ്. അവിടെ പിന്നെ പാർട്ടിയും കൊടിയും നോക്കിയിട്ട് മനുഷ്യന് അഭിമാനത്തിന് പോലും വില കൽപ്പിക്കാത്ത, ചിലപ്പോഴൊക്കെ കത്തിക്കുത്തിൽ കലാശിക്കുന്ന, കൊലപാതകം വരെ സംഭവിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് കാലം. ഈ നിയന്ത്രണത്തിൽ നിന്ന് മുക്തരായി ഇപ്പോൾ പുറത്തേക്ക് വന്ന മുസ്ലിം വരെ അതിലേർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സർവ്വ നിയന്ത്രണം നഷ്ടപ്പെട്ടു. സ്വന്തം സഹോദരന് നേരെ ആയുധം ചൂണ്ടാൻ പാടില്ലെന്ന് പഠിപ്പിച്ച ഇസ്ലാമാണ്. സ്വന്തം സഹോദരന്റെ അഭിമാനം ക്ഷതപ്പെടുത്താൻ പാടില്ലെന്ന് പഠിപ്പിച്ച ഇസ്ലാമാണ്. ഒരു സഹോദരനെ കുറിച്ച് നിങ്ങൾ പറയുന്ന അന്യായമുണ്ടല്ലോ, ആ അന്യായം അത് മതിയാകും നിങ്ങളെ നരകത്തിലെത്തിക്കാൻ എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അത്രത്തോളം ഗൗരവത്തിൽ പഠിപ്പിച്ച പാഠങ്ങളൊക്കെ അങ്ങ് മറന്നിട്ട് അരുന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് സർവ്വതന്ത്ര സ്വതന്ത്രരായി തന്നിഷ്ടം പ്രവർത്തിക്കുന്നവർ നോമ്പിന്റെ സകല നേട്ടങ്ങളെയും കളഞ്ഞു കുളിച്ചവരാണ്. അതുകൊണ്ട് സബറുൻ അൽ മുഹറമാത്ത് സാധ്യമാകണം. അല്ലാഹ് വിലക്കിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള കരുത്ത്. സബറുൻ അൽ ഇബ്തിലാഅത്ത്, പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങളിൽ
പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് സാധ്യമാകണം. ആ സ്വബറുകൾ സാധ്യമാകുന്നിടത്ത് മാത്രമാണ് ഈ റമദാൻ മുഖേന വിജയിച്ച വിശ്വാസികൾ മണ്ണിലുണ്ടാവുക. ഇത് വലിയൊരു പാഠമാണ് സഹോദരന്മാരെ. ആവർത്തിച്ച് പഠിപ്പിച്ചാലും ഈ സമുദായത്തിന് മനസ്സിലാകാതെ പോയൊരു പാഠം. മുക്കത്തിൽ ഓതി വെച്ച ആയത്ത് കൂടി പറയാം. സൂറ അൽ ഫുർഖാനിലെ 30-ാം വചനമാണ്. തിരുനബി ഒരു പരാതി പറയണം നമ്മളെ കുറിച്ച്. എന്നെയും നിങ്ങളെയും കുറിച്ചാണ് പരാതി. എല്ലാ കാലത്തും മുസ്ലിമീങ്ങളെ കുറിച്ച് ഒരു പരാതിയാണ്. വഖാല റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റബ്ബി, എന്റെ റബ്ബെ, അള്ളാഹുവിനോട് ശിക്കുക, ആവലാതി ബോധിപ്പിക്കാണ്. പരാതി പറയാ റസൂൽ, എന്റെ റബ്ബെ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ സമുദായം ഈ ഖുർആനിനെ അവഗണിച്ചു കേട്ടോ. എന്റെ സമുദായം ഖുർആനെ അവഗണിച്ചു. ആര് പറഞ്ഞു? റസൂലുള്ളാഹി പറഞ്ഞു. ഏത് സമുദായം? റമദാൻ മാസം മുഴുവൻ ഖുർആൻ ഒരു സമുദായം. പള്ളിയിൽ ഇമാമിനെത്തി ഖത്മ് തീർക്കോളം നിസ്കരിച്ച് പൂർത്തിയാക്കിയ സമുദായം. ഈ റമദാൻ ഒരുപാട് ഖത്മ് തീർത്ത സമുദായം. സൂറത്ത് യാസീനും സൂറത്ത് കഹ്ഫും ഒക്കെ ആവർത്തിച്ച് ഓതിക്കൊണ്ട് എണ്ണം തികക്കുന്ന സമുദായം. വയലും ഊർദിയും ധാരാളമായിട്ട് കേൾക്കുന്ന സമുദായം. ആ സമുദായത്തെ കുറിച്ച് പറയാം, എന്റെ സമുദായം ഖുർആനിനെ അവഗണിച്ചിരിക്കുന്നു. അപ്പൊ ഈ വിഷയം ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ദർസ് എടുക്കുന്ന ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മുന്നിൽ സംശയം വന്നു. സദസ്സ് ചോദിച്ചു, എങ്ങനെയാണ് സംഭവിക്കുക? ഇതിൽ വിശ്വസിക്കുന്ന ഓതുകയും ചെയ്യുന്ന വായിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് അവഗണിക്കുക? നമുക്കുള്ള സംശയമാണ്. നമ്മളിത് ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. റമദാനിൽ അതുമായിട്ടാണ് സഹവാസം. അപ്പൊ ഖുർആനുമായി ഇങ്ങനെ സഹവസിക്കുന്ന, ഇത് വിശ്വസിക്കുന്ന, ഇത് ഓതുന്ന, വായിക്കുന്ന, പഠിക്കുന്ന ഒരു കൂട്ടരെ എങ്ങനെ ഇതിനെ അവഗണിക്കും? ന്യായമായി ഉണ്ടാകാൻ സംശയമാണ്. ആ സംശയത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു കൊടുത്തു. ഹജ്റുൽ ഖുർആനിൽ ഖുർആനെ അവഗണിക്കുന്നതിൽ ഏറ്റവും സംഭവിക്കുന്ന കാര്യം ഇതാണ്. അദ്ദേഹം പറഞ്ഞ വർത്തമാന ഹജ്റുൽ അമലി ബിഹി വൽ വുഖൂഫ് ഇൻദ ഹലാലിഹി വ ഹറാമിഹി വ ഇൻ കറാഹു വ ആമന ബിഹി. വ ഇൻ കറാഹു, അത് ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, വ ആമന ബിഹി, വിശ്വസിക്കുന്ന ആളുകൾ, അവരെന്ത് ചെയ്യും? അവര് അൽ ഹജ്റുൽ അമലി ബിഹി, ഈ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കൂല. ഖുർആൻ ഓതുന്നുണ്ട്, സുബഹിസ്കരിച്ച് ഓതിയിട്ടാണ് നമ്മളൊക്കെ പുറത്തിറങ്ങുന്നത്. അതൊരു ശീലമാണ്. ഖുർആൻ ദർസ് കേൾക്കുന്നുണ്ട്, ഖുർആൻ പഠിക്കുന്നുണ്ട്, ആഴ്ചയിൽ ഖുർആൻ ക്ലാസ് ഉണ്ട്. വിരൽ തുമ്പിലൊക്കെ ഭംഗിയായിട്ട് നല്ല നല്ല ക്ലാസ്സുകൾ കിട്ടും. ഓൺലൈനായിട്ട് പലരും നിരന്തരമായി ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ആ ഖുർആൻ ലെവൽ അമലു ബിഹി, ഹജറുൽ അമലി ബിഹി, അതനുസരിച്ച് പ്രവർത്തിക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്നതിനെ ഹജറ അവഗണിച്ചിരിക്കുന്നു. വൽ വുഖൂഫു ഇൻദ ഹലാലിഹി വ ഹറാമിഹി, അതിൽ പറഞ്ഞ ഹലാലും ഹറാമും പരിഗണിക്കുകയുമില്ല. വിധിവിലക്കൊക്കെ അവിടെ ഉണ്ട്, അത് നമ്മളെ ബാധിക്കൂല. പിന്നെ എന്തിനാ പുണ്യം കിട്ടാൻ ഓതുന്ന ഒരു ഗ്രന്ഥം? അങ്ങനെ അതിലെ ആയത്തും അതിലെ സൂറയും അതിലെ ഖത്മും തീർത്ത് അങ്ങനെ അങ്ങ് സ്വർഗത്തിൽ പോകാം. അതിലെ കൽപ്പനകൾ അതിന്റെ വഴിക്ക് നടക്കട്ടെ, നമ്മൾ നമ്മുടെ വഴിക്ക് പോകും എന്ന് തീരുമാനിച്ച ഒരു കൂട്ടർ ഈ ഖുർആനെ അവഗണിക്കുന്നവർ, അവർക്കെതിരെയാണ് തിരുനബിയുടെ ആക്ഷേപം. യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, പടച്ചവനെ, എന്റെ സമുദായം ഖുർആൻ അവഗണിച്ചിരിക്കുന്നു കേട്ടോ എന്നാണ് നമുക്കെതിരെയുള്ള ആക്ഷേപമാണ്. ആ ആക്ഷേപ പറയപ്പെട്ട ആളുകൾ ആരാണ്? അവരിൽ ഞാനും നിങ്ങളും പെടുന്നു എങ്കിൽ സഹോദരന്മാരെ, റമദാൻ കൊണ്ട് നമ്മളൊന്നും നേടിയിട്ടില്ല, ഇനിയൊന്നും നേടാനും കഴിയില്ല. സൂറത്തുൽ മാഇദയിൽ ഹാബീലിന്റെയും കാബീലിന്റെയും കഥ പറയുന്നുണ്ട് ഖുർആൻ. അപ്പൊ രണ്ടുപേരും തീരുമാനിച്ച് നമുക്കൊരു ഖുർബാൻ നടത്താം, ഒരു സമർപ്പണം, ഒരു ബലി. അള്ളാഹ് ആരെയാണോ പിന്തുണക്കുന്നത് അവരുടെ ബലിയല്ല സ്വീകരിക്കുള്ളൂ. അപ്പൊ ആരിൽ നിന്നാണ് സ്വീകരിക്കാൻ നോക്കുക? നിന്നിൽ നിന്നോ എന്നിൽ നിന്നോ? കാബീലും ഹാബീലുമാണ്. രണ്ടുപേരും തീരുമാനിച്ചു. ചരിത്രം നിങ്ങൾക്കറിയാം. ഹാബീലിന്റെ ബലി അള്ളാഹ് സ്വീകരിച്ചു, കാബീലിന്റെ ബലി അള്ളാഹ് സ്വീകരിച്ചില്ല. അതൊരു വലിയ പാഠമാണ്. രണ്ടുപേരും ആദമിന്റെ മക്കളാണ്. രണ്ടുപേരും മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതാ, നല്ല പിതാവിനും മാതാവിനും ജനിച്ചതാ. അധികമൊന്നും സാമൂഹ്യ ക്രമത്തിന്റെ തിന്മകൾ തൊട്ട് തീണ്ടിയിട്ടില്ല. കാരണം അങ്ങനെ ഒരു സാമൂഹ്യ ക്രമം അല്ല അവിടെ. ഒരു കുടുംബം മാത്രമേ മണ്ണിലുള്ളൂ. അക്ഷയ അനാശാസ്യ അധാർമിക വൃത്തിക്ക് തുറന്നു വെച്ച രംഗങ്ങൾ അവിടെ ഇല്ല. ഒരു ചെറിയ കുടുംബം ഭൂമിയിൽ ജീവിക്കുക, അതുകൊണ്ട് മറ്റു ഇടപെടൽ വല്ലാതെ ഇല്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ പോലും ആരുടെ ഖുർബാൻ അല്ലാഹ് സ്വീകരിച്ചു? ഹാബീലിൻ്റെത് സ്വീകരിച്ചു, കാബീലിൻ്റെത് സ്വീകരിച്ചില്ല. ചരിത്രം നിങ്ങൾ ഖുർആൻ നോക്കി പഠിക്കണം. അപ്പൊ ഒടുവിൽ എന്തുകൊണ്ട് ഇത് സ്വീകരിച്ച ഉത്തരം അല്ലാഹ് നൽകുന്നുണ്ട്. സൂറ അൽ മാഇദ 27-ാം ഒടുവിൽ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങൾ അല്ലാഹ് സ്വീകരിക്കും, മുത്തഖീങ്ങളിനെ അല്ലാഹ് സ്വീകരിക്കും, മുത്തഖീലിനെ സ്വീകരിക്കും. ഈ തഖ്വയാണ് റമദാൻ.
ഇത് പരിശീലിക്കൽ റമദാൻ. അപ്പൊ വേഷഭൂഷാദികളും ഹാവഭാവങ്ങളും കാട്ടിക്കൂട്ടലും ഒക്കെയാണ് തഖ്വ എന്ന് വിചാരിക്കണ്ട. അതല്ല തഖ്വ, നിലപാടാണ് തഖ്വ. ഹലാല് ഹറാമ് പരിഗണിച്ച് ജീവിക്കുക ഏത് ഗുരുതരമായ പ്രതിസന്ധിയിലും, എത്ര കെട്ട കാലത്തും ഹലാല് ഹറാമ് പരിഗണിച്ച് ജീവിക്കുന്നവനാണ് മുത്തഖി. ആ മുത്തഖിയിൽ നിന്ന് അല്ലാഹ് സ്വീകരിക്കൂ. അതുകൊണ്ട് നമ്മൾ നൽകിയ റമദാനിലെ വ്രതാനുഷ്ഠാനം ഒരു ഖുർബാനാണ്. റമദാനിലെ രാത്രി നമസ്കാരം ഖുർബാനാണ്. റമദാനിലെ സദക്ക സക്കാത്ത് ഖുർബാനാണ്. റമദാൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും അല്ലാഹുവിനുള്ള സമർപ്പണമാണ്, നമ്മുടെ ഖുർബാനുകളാണ്. ആ ഖുർബാൻ അല്ലാഹു സ്വീകരിക്കാൻ നിങ്ങൾ എത്ര ഖത്മ് തീർത്ത് നോക്കിയിട്ടല്ല. ഖത്മ് തീർത്ത ഞാനും നിങ്ങളും ഏത് നിലപാടുകാരാണെന്ന് നോക്കിയിട്ടാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീൻ അല്ലാഹു സ്വീകരിക്കും. നിശ്ചയം യതഖബ്ബലുല്ലാഹു, അല്ലാഹു സ്വീകരിക്കുന്നത് മിനൽ മുത്തഖീൻ, മുത്തഖീൻ മാത്രമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഉറച്ച നിലപാട് തറയിൽ തുടരുക. അഹ്ലൽതുൽ ഹലാല വഹറംതുൽ ഹറാം എന്ന സാധാരണക്കാരന്റെ പ്രയോഗം നമ്മൾ നമ്മുടെ മനോമുഖത്തിൽ ഉറപ്പിച്ചു വെക്കുക. അതങ്ങ് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയട്ടെ. ഞാൻ ഹലാല് മാത്രമേ ചെയ്യൂ, ഹറാമ് ചെയ്യില്ല. ഈ ജീവിത മൈതാനത്തിൽ ഹലാല് മാത്രമേ ചെയ്യൂ, ഹറാമ് ചെയ്യില്ല. അല്ലാഹ് കൽപ്പിച്ചത് മാത്രമേ ചെയ്യൂ, അല്ലാത്തത് ചെയ്യില്ല. കിതാബ് സുന്നത്തും അനുവദിച്ചത് മാത്രമേ ചെയ്യൂ, അതിന് വിരുദ്ധമായി ചെയ്യില്ല. അങ്ങനെ ഹലാലും ഹറാമും പരിഗണിച്ച് ഞാൻ അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ച് സബ്റുൻ അല ത്വാഅത്ത്, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെടുന്നതിൽ എന്നെ നിലനിർത്തിക്കൊണ്ട്, വസ്സബ്റു അലൽ മുഹറമാത്ത്, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ എന്നെ പിടിച്ചു നിർത്തിക്കൊണ്ട്, വസ്സബ്റു അലൽ ഇബ്തിലാഅത്ത്, ജീവിതത്തിന്റെ പരീക്ഷണ മേഖലയിൽ ഞാൻ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകും. അങ്ങനെ ഞാൻ ഒരു മുത്തഖിയായിട്ട് ജീവിതം കൊണ്ട് തെളിയിക്കും. എങ്കിൽ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അത്തരം മുത്തഖീൻ അള്ളാഹു സ്വീകരിക്കും. അത്തരം മുത്തഖീൻ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് ഈ ആദ്യ കാലത്ത് ആദ്യ പിതാവിന്റെ മക്കളെ വെച്ച് പഠിപ്പിച്ച പാഠം എത്രയോ നൂറ്റാണ്ടുകൾ തുടരുകയാണ്. ഖുർആൻ അത് പച്ചയായി ലൈവായി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ അത് പഠിക്കേണ്ട പാഠം നമ്മൾ പഠിക്കണം. അതുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ റമദാൻ കഴിഞ്ഞു പോകും ഉത്ബോധിപ്പിക്കാറുണ്ട്. നിങ്ങൾ അറബി ഭാഷയിലെ പ്രഭാഷണം നോക്കിയാൽ, ഗ്രന്ഥങ്ങൾ നോക്കിയാൽ അതിൽ ഈ പ്രഭാഷണത്തിൽ ഇങ്ങനെ ഒരു വാക്യം കാണും: മൻ കാന യഅബുദു റമളാന ഫഇന്ന റമളാന ഖദ് ഇൻഖള. ആരെങ്കിലും റമളാൻ മാസത്തെ ഉപാസിച്ചു എങ്കിൽ റമളാൻ മാസം കഴിഞ്ഞു, വൈൻകല കഴിഞ്ഞു. വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത്, അല്ലാഹുവിനെയാണ് അനുസരിക്കുന്നത്, അല്ലാഹുവിനാണ് വിധേയപ്പെടുന്നത്, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ടാണ് ജീവിക്കുന്നെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു എന്നും ജീവിക്കുന്നവനാ, അവന് മരണമില്ല. അതൊരു റമളാൻ മാസമാകുമ്പോൾ നമ്മളൊക്കെ നന്നായി. അത് റമളാനെ മാത്രം ഉപാസിക്കുന്ന ആളുകളാണ്. റമളാൻ മാസം കഴിഞ്ഞപ്പോൾ കെട്ടുപൊട്ടി, പിന്നെ അങ്ങ് പരന്നൊഴുകി, ഇനി ഒരു നിയന്ത്രണവും ഇല്ല. പിന്നെ അടുത്ത റമളാൻ വരുമ്പോഴാണ് ഒരു നിയന്ത്രണം സാധ്യമെന്ന്. ഈ ജീവിതം ഒരിക്കലും സ്വർഗം നേടിത്തരില്ല, അത് നരകം മാത്രമേ നേടിത്തരൂ. അങ്ങനെ നിലപാടുള്ളവർ ബുദ്ധിമാന്മാരല്ല, അവർ ആജിസീങ്ങളാണ്, പരാജിതരാണ്, വിഡ്ഢികളാണ്, സ്വയം നഷ്ടപ്പെടുത്തിയവരാണ്. അത്തരം വിഡ്ഢികളിൽ പെടാതിരിക്കാൻ നാം തീരുമാനമുള്ളവരായിട്ട് മാറുക, ഉറച്ച നിലപാട് തറയിൽ തുടരുക. അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ ദാസന്മാരിൽ നാം ഇവനെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ലഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു വൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനിയായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു ദുരിതങ്ങൾ നീക്കി എളുപ്പം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിം സമൂഹത്തിലെ സഹോദരന്മാർ, സഹോദരിമാർ എവിടെയുള്ളവരായിരുന്നാലും ശരി, അവരുടെ കാര്യത്തിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടായി അവർക്ക് സ്വസ്ഥമായ ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു അവരെയും നമ്മയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين.